ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കൊച്ചിനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു കേട്ടോ ചന്ദ്ര. അപ്പോഴത്തേക്കും ശ്രുതി ഓടിച്ചെന്ന് കൊച്ചിനെ അങ്ങ് പിടിച്ചു. അത് ഭയങ്കര കരച്ചിൽ. അവൻ്റെ ഒരു കള്ളക്കരച്ചിൽ, എല്ലാം അവൻ്റെ അഭിനയമാണ്. എൻ്റെ അഭിനയം നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചന്ദ്രമതി പറഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മയെന്ന് വിളിച്ച് ഭയങ്കര കരച്ചിൽ കേട്ടോ. അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇതെന്താ ആശ്രയ കേന്ദ്രമാണോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കണം. അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലയിൽ ഇരിക്കാതെ ഇവിടെ വന്ന് അങ്ങ് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആൻറ്റി എന്നും പറഞ്ഞ് ശ്രുതി വിളിച്ചു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലേ മറ്റൊരു വീട്ടിൽ പോയ എന്ത് ചെയ്യണം, എന്ത് ചെയ്തു കൂടാ എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിനെ ഓരോന്ന് പറയുന്നു. അവരില്ലാത്തതിൻ്റെ എല്ലാ കുറവും ഈ ചെക്കനുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷണം കെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറയണു. അപ്പോഴത്തേക്കും അമ്മമ്മയെന്ന് വിളിച്ച് ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയാം. അപ്പോഴേക്കും നമ്മുടെ വിമലാൻറ്റി ഓടി വന്നു. മോനെ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മമ്മ ഈ അച്ചമ്മ എന്നെ ചുമ്മാ വഴക്ക് പറയുകയാണെന്ന് പറഞ്ഞത് കരഞ്ഞു. ആരാടാ നിൻ്റെ അച്ചമ്മ എന്നും ചോദിച്ചുകൊണ്ടോ നേരം ഈ ചന്ദ്രമതി ചോദിച്ചു. അപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നേ, ഇവൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു വിമലാൻറ്റി. ഇവനെയും കൊണ്ടൊരു മുറിയിൽ ഇരിക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ ഈ വീട് മുഴുവനും ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. വിമലാൻറ്റി അന്തം വിട്ട് നോക്കുക. ഞാൻ വരുമ്പോഴേ ഇവൻ എൻ്റെ സോഫയിൽ ചാഞ്ഞങ്ങ് കയറി ഇരിക്കുക. അപ്പോൾ അവൻ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു വിമലാൻറ്റി. അറിയാതെ എന്തറിയാതെ, മുല കൂടി മാറാത്ത കുഞ്ഞൊന്നും അല്ലല്ലോ അവൻ, ആണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. നീ കണ്ടില്ലേ ഈ കുരുപ്പ് എൻ്റെ സോഫയിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞു. അമ്മേ, അവൻ കുഞ്ഞല്ലേ അമ്മേ, ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പം നീ അത് തന്നെയാണല്ലോ പറയുന്നത്. ഇവൻ കാണാൻ ഇത്രയുള്ളെങ്കിലേ മുതിർന്നവരുടെ കയ്യിലിരിപ്പാ ഇവനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയണു. അന്നേരവും ദയനീയമായിട്ട് വിമലാൻറ്റി നോക്കും. അപ്പം എന്താ പ്രശ്നം, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി വരുവാ. അപ്പം എന്താണ് പ്രശ്നമെന്നോ, സാമ്പാറിന് ഉപ്പില്ല, അതിന് ഞാനിന്ന് സാമ്പാർ ഇവിടെ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു രേവതി. അപ്പം തർക്കുത്തരം വേണ്ട, ഇവനെ എൻ്റെ സോഫയിൽ ഇരുന്നു, നീയാണോ ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതെന്ന് ചോദിച്ചു. അവൻ സോഫയിൽ ഇരുന്നാൽ എന്താ, സോഫ അങ്ങ് അലിഞ്ഞു പോകുമെന്ന് രേവതി അന്നേരം ചന്ദ്രയോട് ചോദിക്കുക. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ അവനെ നിൻ്റെ മടിയിൽ പിടിച്ചിരുത്തടി, എൻ്റെ സോഫയിൽ നീ അവനെ ഇരുത്തണ്ട എന്ന് പറയുമ്പോഴും രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. നീ കൂട്ടിക്കൊണ്ട് വന്നതും നിന്നെപ്പോലെയുള്ളത് തന്നെയാണല്ലോ. പെറ്റമ്മ കൂടെ ഉണ്ടെങ്കിലേ പറഞ്ഞു കൊടുത്തു വളർത്തിയാനെ. അച്ചമ്മ വളർത്തുന്നവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഒരു ഊന്നങ്ങ് വെച്ച് കൊടുത്തു. ഇവിടെ ഉണ്ടല്ലോ അച്ചമ്മ വളർത്തിയ ഒരു തലതെറിച്ചവൻ, ഹാലവലാതി പയ്യൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയെന്ന് രേവതി അന്നേരം ചോദിച്ചു. അവൻ്റെ അമ്മമ്മയുടെ സ്ഥാനത്ത് അവൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അമ്മയ്ക്ക് തക്കതായ മറുപടി തന്നേനെ എന്ന് രേവതി പറയുക. അവൻ അമ്മയുണ്ടായിരുന്നെങ്കിലേ എനിക്കിങ്ങനെ പറയേണ്ടി വരുമായിരുന്നില്ല എന്ന് ചന്ദ്രമതി അന്നേരം പറയുന്നു. ഇതൊക്കെ കേട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുക. അമ്മ ഇങ്ങനെയൊക്കെ പറയാനും മാത്രമേ എന്താ ചെയ്തത്, ഒരു സോഫയിൽ ഇരുന്നതാണോ ഇത്ര വലിയ തെറ്റെന്ന് രേവതി അന്നേരം ഇവരോട് ചോദിക്കുക. അവൻ സോഫയിൽ ഇരുന്നതൊന്നും അല്ല അമ്മയുടെ പ്രശ്നം, അവനും അവൻ്റെ അമ്മമ്മയും ഇവിടെ താമസിക്കുന്നതാണ് അമ്മയുടെ പ്രശ്നം. സഹിക്കാൻ കഴിയാതെ ആൻറ്റി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്താ അമ്മ ഇതൊക്കെയെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി, നീ എന്തിനാ അമ്മയോട് വച്ച് വെച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു ശ്രുതി. അപ്പോൾ എന്താ എന്നും ചോദിച്ച് നമ്മുടെ സച്ചി ഇറങ്ങി വന്നു. എന്താ രേവതി പ്രശ്നമൊന്നും ചോദിച്ചു. അത് സോഫയിലൊന്നും ഇരുന്നു, അതിന് അമ്മ കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാവോ എന്ന് രേവതി ചോദിക്കാം. അവനവിടെ ഇരുന്നാൽ എന്താ, അത് സോഫയല്ലേ, നിങ്ങളുടെ സിംഹാസനമൊന്നും അല്ലല്ലോ എന്ന് സച്ചി അന്നേരം തക്ക മറുപടിയും കൊടുത്തു. അതിനിടയിൽ സച്ചേട്ടനിട്ടും തന്നിരുന്നൊരു കൊട്ട്, അച്ചമ്മ വളർത്തിയവരൊക്കെ ഇങ്ങനെയാണ്, ഇവിടെയുണ്ട് ഒരു തലതെറിച്ചവൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് രേവതി അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എൻ്റെ അച്ചമ്മ ഇവിടെ ഇല്ലാത്തതേ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു സച്ചി. എന്താടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, നിന്റെ അച്ചമ്മ വളർത്തിയത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെയായി പോയതെന്ന് ചന്ദ്ര പറയണം. ഞാൻ വളർത്തിയ 2 മക്കളെയും നീ നോക്കാൻ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ശ്രുതി പറയുമ്പം ഈ സാധനമല്ലേ നോക്കിയാൽ എനിക്ക് ചിരി വരും, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. ചുമ്മാ ഇരുന്ന് പറയരുത് കേട്ടോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്നെ നോക്കി ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്രുതി അന്നേരം. ഒരു ചെറിയ കുഞ്ഞ് സോഫയിൽ കയറിയതിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു LKG പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നോ എന്ന് ചോദിച്ചു സച്ചി. എടാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ചെന്നപ്പോൾ സച്ചി, ഞങ്ങൾ പോയേക്കാം, ഇന്ന് തന്നെ വേണ്ട, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ഇവർ ഇതിങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, ഇതാണ് അവരുടെ സ്വഭാവം, അതിനെ ചികിത്സയില്ലാത്തതാണെന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് പറയും. ചന്ദ്രനേരം രേവതി ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ. അത് ഇനിയും വന്നേടാമെന്ന് പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് സച്ചിയും രേവതിയും കൂടി അമ്മയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അമ്മേ, അപ്പം ഇന്നും അവരവിടെ തന്നെയാണല്ലേ എന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ.
അമ്മേ നോക്ക്, ഞാൻ ഇന്ന് രാത്രി ഈ ഹോളിൽ കിടക്കണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചന്ദ്രമതി തലയാട്ടി. ഡീലേഴ്സിനോടും കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ മുഖം ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ടേ അമ്മയെന്നൊക്കെ ചോദിച്ച്, അതിന് എനിക്ക് നന്നായിട്ട് ഉറങ്ങണ്ടേന്നും ചോദിച്ച് മകൻ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അമ്മയ്ക്ക് അറിയാമോ, മുമ്പത്തെ പോലെ ഞാനൊരു സാധാരണക്കാരനൊന്നും അല്ലല്ലോ ഇപ്പോൾ, ഞാനൊരു ബിസിനസ് മാൻ അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ച് ഡയലോഗുകൾ. അതുകൊണ്ട് ക്രിയേറ്റീവായിട്ടൊക്കെ എനിക്ക് ചിന്തിക്കണ്ടേ, അങ്ങനെ ഒരു ജോലി അല്ലാണ്ട് ഡ്രൈവർ ജോലി പോലെ അല്ലെന്നൊക്കെ പറയുമ്പോൾ അത് നിൻ്റെ ഈ ഭാര്യയോട് പറയാൻ പറഞ്ഞു. അവരിവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ അവരിവിടെ നിന്ന് പോയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിക്ക് താക്കീതും കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അന്നേരം നമ്മുടെ സച്ചിയും രേവതിയും കൊച്ചിനെ മുറിയിൽ കൊണ്ടുപോയി അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചന്ദ്രമതി റൂമിലേക്ക് ചെല്ലുന്നതും ഈ കാഴ്ച കാണുന്നതും. രേവതിയെ കണ്ടപ്പോഴത്തേക്കും എടീ എന്നും പറഞ്ഞൊരു വിളി. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ഈ മുറി കയറി പിടിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക. എനിക്ക് ഈ വീട്ടിൽ മുറി ഉണ്ടോ ഇല്ലയോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്നെ പുറത്ത് കിടത്തണോ അല്ലേ, അതാ നിൻ്റെ ഉള്ളിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യേ എന്തൊരു നാണക്കേടായതെന്ന് സച്ചി ഇറങ്ങി വന്ന് ചോദിച്ചു. ഒരു മുറിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ കരയണോ? അമ്മയും മോനും കണക്കോ, എപ്പോൾ നോക്കിയാലും മുറി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് സച്ചി ഒച്ച വെച്ചു. ആ സമയത്ത് രേവതി ഇറങ്ങി വന്നു. രേവതി നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ മുറി പോയെന്നും പറഞ്ഞു ഇവർ നിലത്ത് കിടന്ന് കരയുമെന്നും സച്ചി ചന്ദ്രയോട് പറയുവാണ്. നിങ്ങളുടെ മുറി ആരും ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നില്ല, അകത്തുനിന്ന് ശയിച്ചാലും അതിനെനിക്ക് നിൻ്റെ അനുവാദമൊന്നും വേണ്ടാന്ന് ചന്ദ്ര മാറങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് വാതിലും കയറി കൊട്ടി അടച്ചു. ആ സമയത്ത് എന്നും പറഞ്ഞു ഇവരുടെ മുഖത്തടയ്ക്കുന്നത് പോലെയാണ് ചന്ദ്ര അത് അടച്ചത്. എൻ്റെ പൊന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അതെ വാ എന്നും പറഞ്ഞ് പാൽ ചൂടാക്കി തരാമെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോയി. സച്ചിയും പോയി. ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ എൻ്റെ മുറി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശ്രുതി വന്നിട്ട് പറഞ്ഞു ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന്, എന്നാലും എൻ്റെ മുറി അവർക്ക് കൊടുത്തില്ല, അങ്ങനെ എപ്പോഴും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നും ശ്രുതി പറയുമ്പോൾ എപ്പോഴും കൊടുക്കണ്ടല്ലോ, അവർ നാളെ പോവത്തില്ലേന്നേ, എനിക്ക് ഹോളിൽ കിടക്കാൻ പറ്റത്തില്ല ശ്രുതി, എനിക്ക് എൻ്റെ മുറിയിൽ തന്നെ കിടക്കണം. നീ അവരോടൊന്നും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയാൻ പറഞ്ഞു. ചുമ്മാ എപ്പോഴും മുറി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ. ഹോളിൽ കിടന്നാൽ എന്താ ശ്രുതിക്ക് കുഴപ്പമെന്ന് ചോദിച്ചു ഇവർ വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കൂടെ ഇറങ്ങി വരുമ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. ഇവരന്തം വിട്ട് ശ്രുതിയെ നോക്കുക കേട്ടോ. അവർ നമ്മുടെ ആരും അല്ലല്ലോ, ചുമ്മാ ഏതൊരു ചെറുക്കനും സ്ത്രീക്കും വേണ്ടി ഞാനെന്തിനും ഹോളിൽ കിടക്കണം, അപ്പോൾ ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ ശ്രുതിക്ക് കുഴപ്പമെന്ന് ചോദിക്കുമ്പം അതൊന്നും ശരിയാവില്ല, എനിക്ക് എൻ്റെ മുറി തന്നെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് പറയാം. ശ്രുതി എനിക്ക് താഴെ ഹോളിൽ കിടന്ന് ഉറക്കം വരാത്തതുകൊണ്ടല്ലേ ശ്രുതി ഉറങ്ങണ്ട, ഇന്ന് അവർ റൂമിൽ തന്നെ കിടക്കും, നമ്മൾ ഹോളിലും കിടക്കും, ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ എന്ന് ചോദിച്ച് സച്ചി ചോദിക്കുക രേവതിയോട്. അപ്പോൾ അല്ല ഞാൻ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇവരെ ചാമ്മയെ വളരെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് സുധി ഇങ്ങനെ അന്തം വിട്ട് അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ രേവതിയും അതുപോലെ നമ്മുടെ സച്ചിയും കൂടെ അടുക്കളയിലേക്ക് വന്നു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ പാർലറേട്ടത്തിയുടെ സ്വഭാവത്തെ പറ്റി രേവതിയോട് പറയും. പാർലറേട്ടത്തിക്ക് എന്താ പറ്റിയത്, ആദ്യക്കുട്ടനോട് അടുത്ത് ഇടപഴകുന്നു, സ്നേഹം കാണിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ അവനെ ഊട്ടുന്നു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. ആദ്യം എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ശ്രുതി ഇത് മേളിൽ നിന്ന് കേൾക്കുക കേട്ടോ. പാർലറേട്ടത്തി എന്തുകൊണ്ടാണ് ആദ്യോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു രേവതി. എന്നാലേ എനിക്കറിയാം. അപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി. ഈശ്വര, അതെ ആദ്യോടുള്ള പാർലറേട്ടത്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി പേടിയോടെ നിൽക്കുക. എന്താണ് സച്ചിയേട്ടൻ മനസ്സിലാക്കിയത് അതാദ്യം പറയാൻ പറഞ്ഞു രേവതി. അത് പിന്നെ ശ്രുതിയുടെ ഭാര്യയ്ക്ക് കുഞ്ഞിക്കാല് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സമാധാനമായി ശ്രുതിക്ക്. അല്ല സച്ചേട്ടൻ എങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയതെന്ന് രേവതി ചോദിക്കുമ്പം അല്ല പാർലറേട്ടത്തിയുടെ പെരുമാറ്റത്തിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ, അതുകൊണ്ടാണ് ആദ്യോട് അവരിങ്ങനെ വാത്സല്യമൊക്കെ കാണിക്കുന്നത്. എൻ്റെ പൊന്ന് സച്ചേട്ട, കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളേ? എല്ലാ പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. തനിക്കൊരു കുഞ്ഞു പിറക്കണം എന്ന ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണോ അവരൊക്കെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. ആദ്യോട് എനിക്കും സ്നേഹം വാത്സല്യമൊക്കെ ഇല്ലേ എന്ന് കരുതി എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം അയ്യോ വേണ്ട ഇത് വേറെ അത് വേറെ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ആദ്യം നിനക്ക് നേരത്തെ അറിയാം, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. മുമ്പൊരു തവണ ആദ്യം ഇവിടെ വന്നപ്പോൾ പാർലറേട്ടത്തി അവനെ കണ്ടിരുന്നെങ്കിലും ഇന്നലെയാണ് ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും, ശരിയല്ലേ? ഈ ഒരു ദിവസം കണ്ട കുഞ്ഞിനെ അടുത്തിരുത്തി പാർലറേട്ടത്തി ഊട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിലേ
അവളുടെ മനസ്സിൽ എന്തോ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ സച്ചി പറയും. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ പറയുന്നത് മുഴുവനും ശ്രുതി മുകളിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ഹോളിൽ വന്ന് പായൊക്കെ വിരിക്കുക. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ഇപ്പോഴെനിക്ക് കാര്യം പിടികിട്ടിയതെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുക നമ്മുടെ ശ്രുതി. അല്ല എന്നാലും ഈ സച്ചി ഒരു ഭയങ്കരൻ തന്നെയാണ്. അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. എനിക്ക് അവനെ പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു. ശ്രുതിക്ക് അതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കൈയൊക്കെ പിടിച്ച് ശ്രുതി അടുത്തായിട്ട് ചേർത്ത് നിർത്തി. നിനക്ക് ഇത്രയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട് ശ്രുതി എന്ന് പറഞ്ഞ് കൈയും തട്ടി തെറിപ്പിച്ച് ശ്രുതി അങ്ങ് മാറി നിന്നു. എന്തെന്നാണാവുന്നുണ്ടോ എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നു. ശ്രുതിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ശ്രുതി ഇങ്ങനെ നിൽക്കുക. കള്ളി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും എൻ്റെ മുഖത്ത് ഇപ്പം നാണമാണോ ഉള്ളത് അത് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നാണം ദേഷ്യം കൊണ്ട് മറച്ചതല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാനേ ഇപ്പം ദേഷ്യത്തിൽ തന്നെയാണെന്ന് പറഞ്ഞു. ഓ എനിക്ക് മനസ്സിലായി നിൻ്റെ ആഗ്രഹം ഞാൻ മുന്നേ മനസ്സിലാക്കിയില്ലല്ലോ അല്ലേ, ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ദേഷ്യമൊക്കെ നീ കാണിക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ റെഡിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നിൻ്റെ ആഗ്രഹം ഞാൻ സഫലമാക്കുമെന്നൊക്കെ ശ്രുതിയോട് പറയുക. ശ്രുതി നിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ പോയി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ മാറി നിൽക്കുന്നു. ശ്രുതിയാണെങ്കിൽ നിനക്ക് ഞാനൊരു ബേബിയെ തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് ഞാൻ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോഴത്തേക്കും ശ്രുതി മാറി നിൽക്കാൻ പറഞ്ഞ് ശ്രുതിയെ തള്ളി മാറ്റിയിട്ട് അവിടെ കിടന്നു. ഇത് ഇവളുടെ മനസ്സിൽ ഇതെന്താ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ നമ്മുടെ വിമലാൻ്റി ആണെങ്കിൽ ആദ്യയുടെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മമ്മേ എനിക്ക് കാണാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. പിന്നെ കാണാൻ പറ്റാതെ എന്താ കുഴപ്പം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവല്ലേ, പിന്നെ ബാൻഡേജൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ മോന് മുൻപത്തെ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ അമ്മ വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുക കൊച്ച. അമ്മ വരില്ലേ അമ്മമ്മയെന്ന് ചോദിക്കുമ്പം അതെ നോക്ക് പതിയെ പറയാൻ പറഞ്ഞില്ലേ നിന്നോട്, ഒച്ചയ്ക്ക് പറയരുത്, ആരെങ്കിലും കേൾക്കുമെന്നും പറഞ്ഞു വിമല ആൻറ്റി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കൊച്ചിനോട് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പൂജാമുറിയിൽ പോയി നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക. ഭയങ്കര ടെൻഷൻ, ആരെങ്കിലും കാണുമെന്ന് വേഗം നിന്നിട്ട് ഇവരുടെ മുറിയിലേക്ക് ചെന്ന് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അമ്മയാണോ എന്ന് ചോദിച്ചു. മോനെ പതുക്കെ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ആദ്യയോട് പറയൂ കേട്ടോ. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുവാണേ. എന്നിട്ട് മോൻ്റെ തലയിലൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ ആശുപത്രിയിൽ വരില്ലേ എന്ന് ചോദിച്ചു. ബാൻഡേജ് അഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ആദ്യം കാണണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊച്ചു പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഞാൻ വരും മോനെ എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ മോനെ കാണാൻ അമ്മ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചു. അതിന് ശേഷം പിന്നെ ശ്രുതിയാണെങ്കിൽ ഇവരോട് പോകാനുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് മനസ്സിൽ പാവം എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റെ ഇരിക്കുക. പുറത്തിറങ്ങി നമ്മുടെ ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചിട്ട് നേരെ ഓടി വീണ്ടും മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഇവർ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെന്നു. എന്നിട്ട് കയ്യിലൊരു കവറുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് നേരെ ആ സാധനം കൊണ്ടുവന്ന് ഷെൽഫിലേക്ക് വെക്കുവാണ് ശ്രുതിയെ. അപ്പോൾ ശ്രുതിയെ ഷെൽഫിൽ വെച്ചപ്പം എന്തിനാ മോളെ നീ അത് അലമാരിൽ വെക്കും, നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് അതൊരു കാര്യമുണ്ട് അമ്മേ എന്ന് പറയുക. അപ്പോൾ മനസ്സിലെന്തോ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ശ്രുതി നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്താണ് ഇവൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.